ഹായ്! എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു കുഞ്ഞ് ഷോപ്പിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ്. താമരശ്ശേരിക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ചുങ്കത്ത് എത്തിയിട്ടുണ്ട്. ചുങ്കത്ത് ഇവിടെ ഒരു കടയിൽ ഇറങ്ങിയിട്ട് ഒരു ചെറിയ സാധനം നോക്കാനുണ്ട്. അതായത് ഒരു കുഞ്ഞ് ഫൈബറിൻ്റെ ടേബിളും ഒരു 3-4 കസേരയോ സ്റ്റൂളോ എന്താ നമുക്ക് സ്റ്റൂളായിരിക്കും നല്ലത്. അപ്പോൾ അതുണ്ടോ നോക്കാൻ കയറുകയാണ്. ഇത് ഒരു കുഞ്ഞു കടയിൽ ഒത്തിരി ഓഫേഴ്സ്, ഇതിനൊക്കെ കുറഞ്ഞ വിലയുള്ളൂ കേട്ടോ. ഇവിടെ അവർ കണ്ടിട്ടൊന്നുമില്ല, അല്ലാതെ തന്നെ ഷൂട്ട് ചെയ്യാണ്. നമ്മൾ പ്രൊമോഷനോ അങ്ങനെ എന്തോ ആണോന്നൊന്നും കരുതണ്ട. ഇത് ഇത്ര മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ചോദിച്ചത് അവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മളിതേ പോന്നു. നമ്മൾ വേറെ ഒരു ഹോൾസെയിൽ കടയിലേക്കാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ വന്നിട്ടുള്ളത് മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് മിഠായികൾ വേണം. അതായത് നമ്മളൊരു കുഞ്ഞ് കട ഇട്ടിട്ടുണ്ട്. അത് ഓപ്പൺ ആക്കിയിട്ടില്ല. ഒരു കുഞ്ഞ് കട, ഒരു തട്ടുകട എന്ന് പറയുന്നത് നമ്മൾ റോഡരികിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാം ഉമ്മാക്ക് വേണ്ടിയിട്ടാണ്. ഉമ്മ ഇപ്പോൾ ജോലിക്ക് വലിയ ഭാരപ്പെട്ട ജോലിക്കൊന്നും പോകാൻ പറ്റൂല. കുറച്ച് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊരു കുഞ്ഞ് കട ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് മിഠായികളും അതുപോലെ ചെറിയ ചെറിയ സാധനങ്ങളും ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. ഇത് ഹോൾസെയിൽ കടയാകുമ്പോൾ നമുക്ക് ഒത്തിരി അതിന് അവർ കുറച്ചിട്ട് തരും. അപ്പം നമ്മൾ അവിടുന്ന് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ട് ക്യാഷും കൊടുത്ത് നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്. അതിന് കുറച്ച് ഇങ്ങോട്ട് പോന്നിട്ട് നമ്മളൊരു പാത്രക്കടയിലേക്ക് കയറിയിരിക്കുകയാണ്. അതായത് നമ്മൾ മിഠായികൾ മാത്രമല്ല, കുറച്ച് ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ട് അതും കൂടെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ സാധാരണ പെണ്ണുങ്ങൾക്ക് അത്യാവശ്യം എവിടെ ചെന്നാലും നമ്മൾ പാത്രങ്ങളും അതുപോലെ ഡ്രസ്സും സ്വർണ്ണമൊക്കെയാണ് പെണ്ണുങ്ങൾക്ക് വേണ്ടത്. അപ്പം നമ്മൾ ഒരു പാത്രം എടുക്കാൻ വന്നപ്പോൾ നമ്മൾ വേറെ 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 കുഞ്ഞു കുഞ്ഞ് അതുപോലെ ഒത്തിരി പാത്രങ്ങളും അങ്ങനെ സാധനങ്ങളൊക്കെ തിരയുകയാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി ചെമ്പാണ് കണ്ടിട്ടുള്ളത്. അതിൻ്റെ റേറ്റ് ചോദിച്ച് നടക്കുകയാണ് കേട്ടോ അവരോട്. നമ്മൾ അത് വാങ്ങി കേട്ടോ. ഇഡ്ഡലി ചെമ്പ് വാങ്ങി, പിന്നെ ഒരു ഉരുളിച്ചട്ടി വാങ്ങി, അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ പ്ലേറ്റുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. ഒരുപാട് കയറി കണ്ടാൽ നമ്മൾക്ക് ഇത് വേണോ അത് വേണോ അതൊക്കെ തോന്നിപ്പോവും. അങ്ങനെയാണല്ലോ നമ്മുടെ സ്വഭാവം പടച്ചു വിട്ടിട്ടുള്ളത്. സ്വർണവും ഡ്രസ്സും അതുപോലെ പാത്രങ്ങളും നമ്മൾ മേക്കപ്പ് സാധനങ്ങളും ഇതൊക്കെ ഇപ്പോഴുള്ള പെണ്ണുങ്ങൾക്കൊക്കെ അധികവും മേക്കപ്പ് സാധനങ്ങളാണ്, ഡ്രസ്സുകൾ അതൊക്കെയാണ് കൂടുതലും തോന്നുന്നു. അങ്ങനെ നമ്മുടെ സ്വന്തം ഡ്രൈവർ നമ്മളെ കൂട്ടാൻ വന്നിട്ടുണ്ട്. നമ്മുടെ വീടിനടുത്തുള്ള തന്നെയാണ് കേട്ടോ. അവന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് പള്ളി കഴിഞ്ഞിട്ട് അവനെ വിളിച്ചു വരുത്തിയതാണ്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ പോവുകയാണ്. അവനാകുമ്പോൾ എന്തിനും ഏതിനും ഹെൽപ്പാണ്. നമ്മളൊന്നും ഇറങ്ങുകയൊന്നും വേണ്ട, അവൻ തന്നെ ചെയ്തു തരും. അതുകൊണ്ട് എവിടെ പോവുകയാണെങ്കിലും ഞങ്ങൾ അധികവും അവനെ തന്നെയാണ് വിളിക്കുക. വേഗം വരികയും ചെയ്യും. നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യം കയറിയിരുന്ന കട ഉണ്ടായിരുന്നില്ലേ, നമ്മൾ എന്താ പറയുക ടേബിളൊക്കെ നോക്കിയെന്ന് പറഞ്ഞ് അവിടെ നമ്മൾ കുറച്ച് സ്റ്റൂള് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുക്കാൻ പോവുകയാണ്. അതെടുത്തിട്ട് തൊട്ട് താഴെ നമ്മൾ ഇവിടെ ഇല്ല ടേബിള്, നമുക്ക് വേണ്ട ടേബിൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ തൊട്ട് താഴെ കുറച്ച് അങ്ങോട്ട് പോയിട്ടൊരു കടയും കൂടെ ഉണ്ട്. അവിടുന്ന് നമ്മൾ ടേബിളും കൂടെ എടുത്തിട്ട് നമുക്ക് പോവാം. അപ്പോൾ ഇത് വലിയ കടയാണ് കേട്ടോ. ഫർണിച്ചേഴ്സുള്ള ഒത്തിരി വലിയ കടയാണ്. രണ്ട് നിലയാണെന്ന് തോന്നുന്നു. ഒരുപാട് ഫർണിച്ചറുള്ള വലിയ കടയാണ്. നമുക്ക് അവിടുന്ന് ടേബിൾ വാങ്ങിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അതും കൂടെ ബാക്കിൽ വെക്കാൻ സ്ഥലമില്ല. അപ്പോൾ എൻ്റെ ഇരിക്കുന്ന സ്ഥലമൊക്കെ പോയിട്ടുണ്ട്. കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്ത് എങ്ങനെയാണ് കയറിയിരിക്കുകയെന്ന് ഓർമ്മയില്ല. ഏതായാലും വലിഞ്ഞ് കയറി. അപ്പം ഞങ്ങളെ നാട്ടിലേക്ക് പോവുകയാണ്. പ്രകൃതി രമണീയമായ ഞങ്ങളുടെ സ്വന്തം നാട്.
അങ്ങനെ ദേ നമ്മളെ വീടിൻ്റെ അടുത്ത് എത്തിക്കുന്നത്. ഇനി ഇത് നമ്മൾ റോഡിൻ്റെ തൊട്ടടുത്തല്ലാത്തതുകൊണ്ട് നമ്മളിത് സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി പോകണതേ കണ്ടോ, അതൊക്കെ എടുത്ത് നമ്മൾ ഇനി വീട്ടിൽ കൊണ്ടുവയ്ക്കാണ്. അപ്പോൾ ദേ ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തോളൂ കേട്ടോ. ഇത് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവയ്ക്കട്ടെ. 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് സാധനം കൂടെ നമുക്ക് അങ്ങോട്ട് ഷോപ്പിലേക്ക് കൊണ്ടുവയ്ക്കാനുണ്ട്, നമ്മളെ കടയിലേക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ഞാനിതൊക്കെ കെട്ടിപ്പെറുക്കി കൊണ്ടുവന്ന് ഒരു വിരലിൽ തൂക്കിയാണ് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. ഫോൺ കൊണ്ട് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ നാത്തൂന് അതും പറഞ്ഞ് കളി. മോള് നഴ്സറി വിട്ട് വരുമ്പോഴത്തേക്കും ഇതൊക്കെ എടുത്ത് വെച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മളിതൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ. ബായ്.